ഹലോ, മൈസെൽഫ് സി എ ആഷിഫ്. ഇന്ന് നമ്മുടെ ഈ വീഡിയോ ശരിക്കും നമ്മുടെ സി എ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോൾ നമ്മുടെ ഈ വേറൊന്നുമല്ല, സി എ ഫൗണ്ടേഷൻ എക്സാംസ് നിങ്ങൾ എഴുതി, നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും. ഏകദേശം നമുക്കൊരു 1 മന്തിനുള്ളിൽ നമ്മുടെ റിസൾട്ടൊക്കെ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റ് സി എ ഫൗണ്ടേഷൻ റിസൾട്ടാണ് അല്ലേ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിലൂടെ ഒന്ന് പോവാം. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മളൊരു പ്ലാൻ എ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സി എ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സി എ ഫൗണ്ടേഷൻ നമ്മൾ പഠിക്കുന്നത്, എക്സാംസ് എഴുതുന്നത്. പക്ഷേ അതിന് കുറച്ച് റിയാലിറ്റീസ് ഉണ്ട്. സി എ ഫൗണ്ടേഷൻ എക്സാമിനെ കുറിച്ചും അതിൻ്റെ ടഫ്നെസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പ്ലാൻ ബി, അങ്ങനെ ഒരു പ്ലാൻ ബി ഉണ്ടോ? നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അല്ലേ, നമ്മളൊരു പ്ലാൻ ബി വെക്കും. നമ്മൾ ലൈഫിലാണെങ്കിലും നമ്മുടെ കരിയർ ആണെങ്കിലും ഒക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, പ്ലാൻ എ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതായിരിക്കും നമ്മുടെ പ്ലാൻ ബി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കുറച്ച് കൺഫ്യൂസ്ഡ് ആയി കാണും, പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കാര്യമാണ്. കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഫാക്റ്റാണ്, റിയാലിറ്റിയാണ്. അപ്പോൾ റിയാലിറ്റി നമുക്ക് ചെക്ക് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ICAയുടെ പ്രസ് റിലീസാണ്. ICAയുടെ പ്രസ് റിലീസ് പ്രകാരം സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 2024 ഇൻ്റർമീഡിയറ്റിലോട്ട് ഞാൻ പോകുന്നില്ല, നമ്മുടെ ഫൗണ്ടേഷൻ്റെ റിസൾട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സി എ ഫൗണ്ടേഷൻ സെപ്റ്റംബർ 24 ലാസ്റ്റ് അറ്റംപ്റ്റിൻ്റെ റിസൾട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം 19.67 എത്രയാണ് റിസൾട്ട് വരുന്നത്? 19.67% ആണ്. 19.67 ആണ് ലാസ്റ്റ് എക്സാമിൻ്റെ റിസൾട്ട്. സെപ്റ്റംബർ 2024 ഫൗണ്ടേഷൻ റിസൾട്ട്. മെയിൽ 24.7, ഫീമെയിൽ 18.76. ടോട്ടൽ ഇത്രയും കുട്ടികൾ എഴുതിയിട്ടുണ്ട്, അതിൽ ഇത്ര പേര് പാസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ പ്രസ് റിലീസ് നിങ്ങൾക്ക് ICAയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, the September foundation examination, 78 2-0 candidates admitted and the exam were held across 453 centers. അപ്പോൾ അതിൽ 13,000 പേരാണ് ശരിക്കും പാസ്സായിട്ടുള്ളത് സി എ ഫൗണ്ടേഷൻ. ഇതൊരു റിയാലിറ്റിയാണ് അല്ലേ. ഇനി അതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ ഫൗണ്ടേഷൻ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ജൂൺ 2024 എക്സാമിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര കുറവായിരുന്നു അല്ലേ. ഫൗണ്ടേഷൻ ചരിത്രത്തിൽ തന്നെ വളരെ റിസൾട്ട് കുറവുള്ള, പെർസെൻറ്റേജ് കുറവുള്ള റിസൾട്ടായിരുന്നു ജൂൺ 24. 14.96 ആയിരുന്നു അവിടുത്തെ പാസ് പെർസെൻറ്റേജ്. അതായത് ഓൺലി 13,000 സ്റ്റുഡൻസ് ക്ലിയർഡ്. ഓൺലി 13,000 സ്റ്റുഡൻസ് ഓൾ ഓവർ ഇന്ത്യ ക്ലിയർഡ് സി എ ഫൗണ്ടേഷൻസ് അല്ലേ. അതായിരുന്നു ജൂൺ 24 സംഭവിച്ചിട്ട് ഉണ്ടായിരുന്നത്. ഇനി ഡിസംബർ 23 നോക്കുകയാണെങ്കിൽ, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഡിസംബർ 23 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫൗണ്ടേഷൻ 29.99 ആയിരുന്നു. 29.99 ആയിരുന്നു. ഇനി ജൂൺ 23 നോക്കുകയാണെങ്കിൽ അവിടെ 24.98 ആയിരുന്നു അല്ലേ. 24.998 ആയിരുന്നു ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. 24% ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇത് ടോട്ടലി നമ്മളൊന്ന് അനലൈസ് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 14 to 30 ഈ ഒരു പെർസെൻറ്റേജിനുള്ളിലാണ് നമ്മുടെ സി എ ഫൗണ്ടേഷൻ്റെ റിസൾട്ട്. ഇതൊരു റിയാലിറ്റിയാണ് അല്ലേ. ഇതൊരു റിയാലിറ്റിയാണ്. നമുക്ക് നിങ്ങൾ ഫൗണ്ടേഷൻ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും പാസ്സാവട്ടെ എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. വാട്ട് ഈസ് എ ഫൗണ്ടേഷൻ പാസ് പെർസെൻറ്റേജ് ഈസ് 14 to 30%. 14 to 30% ആണ് നമ്മുടെ ലാസ്റ്റ് 4 അറ്റംപ്റ്റ് എടുക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന റിസൾട്ട്. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ അതാണ് അല്ലേ. അതായത് 100 സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമം ഒരു 30 സ്റ്റുഡൻസ് അല്ലേ, 20 to 30 സ്റ്റുഡൻസ് ആയിരിക്കും പാസ്സാവുക. ബാക്കി 70 to 80 സ്റ്റുഡൻസ് ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും, നിങ്ങൾ ഫൗണ്ടേഷൻ എഴുതിയ എല്ലാ കുട്ടികളുടെയും പ്ലാൻ എ എന്ന് പറയുന്നത് സി എ ഫൗണ്ടേഷൻ പാസ്സാവുക തന്നെയായിരിക്കും. ഒരു സംശയവുമില്ല. അത് ഫസ്റ്റ് ചാൻസ്, ഓരോ ചാൻസിലും അടുത്ത ചാൻസിൽ നമുക്ക് എടുക്കാം. ഞാനൊക്കെ അറ്റംപ്റ്റുകൾ എടുത്തിട്ട് സി ആയ ആൾ തന്നെയാണ്. ഇൻ്റർ ഞാൻ അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് അല്ല എൻ്റെ ഇൻ്റർ പാസ്സാവുന്നത്. ഞാൻ 4 അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ സി എ ഫൈനലിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണം ഒന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും നമ്മുടെ സ്റ്റഡീസിലാണെങ്കിലും ഒക്കെ നമുക്കൊരു പ്ലാൻ ബി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സി എ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനുള്ള പ്ലാൻ ബി എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സി എ ഫൗണ്ടേഷൻ തന്നെ ക്ലിയർ ചെയ്യട്ടെ. നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് വരുന്നുണ്ടാവും, അടുത്ത നിങ്ങൾക്ക് വീണ്ടും മെയിൽ എക്സാം ഉണ്ടാവും.
എന്നാലും നമുക്ക് CA ഫൗണ്ടേഷൻ പഠിച്ച അതേ സബ്ജക്റ്റുകൾ വെച്ചിട്ട് ഒപ്പം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സിനെ കുറിച്ചും കൂടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് പ്ലാൻ ബി ഓഫ് CA സ്റ്റുഡൻറ്റ്. CA സ്റ്റുഡൻസ്, CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനെ അറിയാം. നിങ്ങൾ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല ബുദ്ധിമുട്ടി അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ടാവും, ലോ പഠിച്ചിട്ടുണ്ടാവും, QA പഠിച്ചിട്ടുണ്ടാവും, എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും, ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് CMA ഇന്ത്യ എന്നുള്ള കോഴ്സിനെ കുറിച്ചും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ പ്ലാൻ ബി നിങ്ങൾ എടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രിപ്പിൾ വെബ്സൈറ്റിൽ തന്നെ പോവുകയാണെങ്കിൽ CMA ഇന്ത്യയുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് CMA ഇന്ത്യയിലെ CMA CATൻ്റെ സിലബസ്. സോ ഇതിൻ്റെ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ്, അതായത് ജൂണിൽ നമുക്ക് എക്സാം എഴുതണമെങ്കിൽ നമ്മുടെ ഒരു പ്ലാൻ ബി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് ജൂണിൽ എക്സാം എഴുതണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് Jan 31 ഈ വരുന്ന Jan 31 അല്ലേ. അപ്പോൾ ഈ Jan 31 മുമ്പ് നമ്മൾ CMA CATനും കൂടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എനിക്ക് തോന്നുന്നു 12,000 സംതിങ് ആണ്. ആ രജിസ്ട്രേഷൻ ഫീസും കൂടെ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CMA CATൻ്റെ ഫസ്റ്റ് പാർട്ട് സുഖമായിട്ട് എഴുതാൻ പറ്റും. കാരണം അതിൽ വരുന്ന ഒന്ന് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ടു സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് അല്ലേ, ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഈ വ്യൂ നോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ മനസ്സിലായി. ഇതെല്ലാം നിങ്ങൾ പഠിച്ചാലേ വളരെ ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ. ഇവിടെ MCQ ആണ്. അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് എന്താ പഠിച്ചിട്ടുള്ളത്, അവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവും അത് അല്ലേ നമുക്ക് ടൈമൊക്കെ പോകുന്നതൊക്കെയാണ് ശരിക്കും നമ്മുടെ അക്കൗണ്ടിങ്ങിലെ പ്രശ്നം. പക്ഷേ ഇവിടെ നോക്കൂ, പ്രോസസ് അക്കൗണ്ടിങ്, റീകൺസീലിയേഷൻ, അക്കൗണ്ടിങ് ഫോർ ഡിപ്രീസിയേഷൻ, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ, റേഷ്യോ അനലൈസിസ്. ഇത്രയും കാര്യങ്ങൾ MCQ ആണ്. വളരെ ഈസി. അറിയാലോ, CMA CATൻ്റെ പാസ് പെർസെൻറ്റേജ് ആൾമോസ്റ്റ് 100 ആണെന്ന് പറയാം. നമ്മുടെ ട്രിപ്പിൾ A എടുക്കുവാണെങ്കിൽ തന്നെ 90ക്ക് താഴെ പോയിട്ടില്ല. 99, 100, 95 എബോക്കെയാണ് നമ്മുടെ പാസ് പെർസെൻറ്റേജ് വരാറുള്ളത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലാത്ത നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമും കൂടെ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിതൊരു പ്ലാൻ ബി ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ളത്. ഇനി ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് ആക്ട് നിങ്ങൾ ആൾറെഡി പഠിച്ചാണ് അല്ലേ, സെയിൽ ഓഫ് ഗുഡ്സ് നിങ്ങൾ ആൾറെഡി പഠിച്ചാണ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ലോ ആൻഡ് ഓപ്പറേഷൻസ് നമ്മൾ കുറച്ചും കൂടെ അതൊന്നും നിങ്ങൾ പഠിക്കേണ്ടി വരും. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർ സ്റ്റേജിലും അതുപോലെ CMA ഇൻ്റർ സ്റ്റേജിലൊക്കെ ആവശ്യമുള്ള ലോസ് ആണ്. പാർട്ണർഷിപ്പ് ആക്ട് നിങ്ങൾ പഠിച്ചാണ്. ഫാക്ടറി ഇങ്ങനെ ഇവിടെ കേട്ടോ സെക്ഷൻ ബി ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലോസ് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനുള്ള ക്ലാസ്സുകളും മറ്റ് ഹെൽപ്പുകളും സപ്പോർട്ടുകളും ഒക്കെ നമുക്ക് ചെയ്യാനും പറ്റും. കാരണം ഈ ഒരു 1 മന്ത് ഉണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ, ഈ ഒരു 1 മന്ത് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് CMA CAT എക്സാമൊന്നും ഇല്ല. മെയ് എക്സാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും, ജൂണിലാണ് CMA CAT എക്സാം. 1 മന്ത് അവിടെയുണ്ട്. ആ സമയത്ത് മാത്രം നിങ്ങളൊന്ന് നോക്കിയാലും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും കൂടെ ഉണ്ട്. സോ പ്ലാൻ ബി ആയിട്ട് നമുക്ക് ഓപ്ഷൻ എടുക്കാം. ഈ പ്ലാൻ ബി ആയിട്ട് നമുക്ക് ഓപ്ഷൻ എടുത്താൽ ഇൻ കേസ് നമുക്ക് CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ സ്റ്റക്ക് ആവില്ല. നമുക്ക് CA നിങ്ങൾക്ക് വേണം, CA നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ, ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വീണ്ടും എഴുതാമല്ലോ. പക്ഷേ CMA CAT നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. CMA ഇൻ്ററിലോട്ട് നിങ്ങൾക്ക് കടക്കാനും പറ്റും. ഇനി CMA ഇൻ്റർ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ട, പിന്നെ CA ഫൗണ്ടേഷൻ എഴുതേണ്ട, നിങ്ങൾക്ക് CA ഇൻ്ററിലോട്ട് കിടക്കാൻ പറ്റും. അതൊന്ന്. 2 ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഒരുമിച്ച് തന്നെ കൊണ്ടുപോകും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് CA CMA ഒരുമിച്ച് കൊണ്ടുപോയിട്ട് 2ഉം പാസ്സായ ആൾക്കാരുണ്ട്. ദെൻ CA പാസ്സാവാതെ CMA പാസ്സായ ആൾക്കാർ, അതായത് അവർ CA ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുക. കാരണം എപ്പോഴും CA കഴിഞ്ഞിട്ട് 1 മന്ത് കഴിഞ്ഞിട്ടാണല്ലോ CMAയുടെ എക്സാം വരുന്നത്. അപ്പോൾ അവരവിടെ ഒന്നും കൂടെ പഠിച്ചിട്ട് എഴുതുമ്പോൾ CMA അവർക്ക് കിട്ടാറുണ്ട്. അങ്ങനെ CMA പാസ്സായിട്ടുള്ള, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് CA ആണ്, ആർട്ടിക്കിൾഷിപ്പ് CA ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനിപ്പോൾ ഏകദേശം 2000 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഫൈനാൻസ് മാനേജറാണ്. കാരണം അവൻ ഫസ്റ്റ് ക്ലിയർ ചെയ്ത് CMA ഫൈനലാണ്. അപ്പോൾ നമ്മളൊരു പ്ലാൻ ബി ഉണ്ട്. അപ്പോൾ അത് എടുക്കാതിരിക്കേണ്ട അല്ലേ, നമ്മളൊരു പ്ലാൻ ബി എടുക്കുക. നമുക്കത് ആവശ്യം വരാതിരിക്കട്ടെ, CA തന്നെ നമുക്ക് കിട്ടട്ടെ. പക്ഷേ ഒരു റിയാലിറ്റി ഉള്ളത്, വാട്ട് ഈസ് ദ CA ഫൗണ്ടേഷൻ പാസ് പെർസെൻറ്റേജ് മാക്സിമം വന്നിട്ടുള്ളത് 30% ആണ്. ലാസ്റ്റ് ഒരു 4 അറ്റംപ്റ്റ് എടുക്കുമ്പോൾ 29 പോയിൻറ്റ് സംതിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കരിയറിൽ നമുക്കൊരു ബ്രേക്ക് വരാൻ പാടില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റുന്ന മറ്റൊരു കോഴ്സും കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് 2ൽ ഒന്ന് പേറോൾ അക്കൗണ്ടിങ്, സ്റ്റോർ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെൻട്രി, സെയിൽസ് അക്കൗണ്ടിങ് നിങ്ങൾക്കറിയാം, അസറ്റ് അക്കൗണ്ടിങ് നിങ്ങൾക്കറിയാം, സ്പെഷ്യൽ ട്രാൻസാക്ഷൻ നിങ്ങൾക്കറിയാം അല്ലേ. സ്പെഷ്യൽ ട്രാൻസാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ചെറിയൊരു എഫേർട്ട് മാത്രം ഇട്ടാൽ മതി. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു പോയാൽ മതി.
കേട്ടോ. അപ്പോൾ അതിനുള്ള സപ്പോർട്ട്സും കാര്യങ്ങൾ, അതിനുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, അത് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിങ്ങനെ മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത പേപ്പറാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഇതിൻ്റെ വളരെ ചെറിയൊരു പാർട്ട് നിങ്ങൾ ചിലപ്പോൾ അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ടാവും. ടാക്സേഷൻ്റെ അക്കൗണ്ട്സ്, ടാക്സേഷൻ്റെ അക്കൗണ്ടിങ് എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ടാക്സ് GST വരുമ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടിങ്, അത് മാത്രമല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ കണ്ടോ, കൺസെപ്റ്റ് ഓഫ് ടാക്സേഷൻ, ലോ റിലേറ്റഡ് സെയിൽ ഓഫ് ഗുഡ്സ്, കസ്റ്റംസ്, ഇൻകം ടാക്സ്, ടാക്സ് ഇൻഫോഴ്സ്, ക്രെഡിറ്റ്സ് ആൻഡ് ഡെബിറ്റ്സ് നോട്ട്സ്, ഇത്രയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഓരോ ചാപ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും CA ഇൻ്ററിൽ ആവശ്യമുണ്ട്. CA ഇൻ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, CA ഫൈനലിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, CMA ഇൻ്ററിൽ പഠിക്കുന്നുണ്ട്, CMA ഫൈനലിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നഷ്ടമില്ല. നമുക്ക് എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഇൻ്ററിലോട്ടുള്ള ബ്രിഡ്ജായിട്ട് തന്നെ കണ്ടാൽ മതി. അപ്പോൾ what I suggest, നമ്മുടെ CA ഫൗണ്ടേഷൻ എഴുതിയിരിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് അവയുടെ ആയിരിക്കും. നമ്മൾ ആൾറെഡി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജൂണിൽ എക്സാം എഴുതണമെങ്കിൽ, ഇനി അടുത്ത CMA CAT-ൻ്റെ എക്സാം വരുന്നത് ജൂണിലാണ്. ആ ജൂണിൽ എക്സാം എഴുതണമെങ്കിൽ നമ്മളിതിന് കോഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് Jan 31 ആണ്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചൊന്ന് നോക്കുക, ഒന്ന് ശരിക്കൊന്ന് ആലോചിക്കുക. എനിക്കൊരു പ്ലാൻ ബിയുടെ ആവശ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പാണ് ഇല്ല ഞാൻ CA തന്നെയാണ് എൻ്റെ എയിം, അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് പ്ലാൻ A തന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ നോ നീഡ്. ബട്ട് ഒരു സേഫർ സൈഡ് എന്നുള്ള രീതിയിൽ നിങ്ങളിതും കൂടെ ചെയ്താൽ, ഇൻ കേസ് നമ്മൾ ഫൗണ്ടേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CMA വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് CA മൊത്തം ചെയ്യാം കേട്ടോ, ഫൗണ്ടേഷൻ പിന്നെ റിപ്പീറ്റൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്കൊരു താൽക്കാലികമായിട്ടെങ്കിലും നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ അല്ലേ. ചില കുട്ടികൾ ചിലപ്പോൾ നമ്മൾ CA എടുത്ത് കാണും, പക്ഷേ CMA ആയിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. ചില കുട്ടികൾ CMA എടുത്ത് കാണും, അവർക്ക് CA ആയിരിക്കും കുറച്ചും കൂടെ അവർക്ക് പറ്റുന്ന കോഴ്സ്, നമുക്കറിയില്ല. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക. പക്ഷേ ഡിസിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ വീണ്ടും പറയുന്നു, Jan 31 is the last date for registration of CMA CAT to write exam in June 2025. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക. എന്നിട്ട് ഒന്നും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക.